ഹലോ എവരി വൺ. ഞാനൊരു 12th പഠിക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനൊരു മഡിൻ്റെ പോട്ട് വാങ്ങിച്ചു. അത് കൂജ. പക്ഷെ 18 കൊല്ലം അത് അട്ടത് തന്നെ ഒരു ഉപയോഗമില്ലാണ്ട് കിടന്നു. എൻ്റെ ഉമ്മ എടുത്ത് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പാവത്തിനെ എടുത്ത് നന്നായി കഴുകി തുടച്ച് ഫെവിക്രിലിൻ്റെ മൗൾഡിഡ് ക്ലേ ഉണ്ട്, അത് 2 പാക്ക് കിട്ടും. രണ്ടും കൂടി മിക്സ് ചെയ്യുക, അതായത് റെസിനും അതുപോലെ ഹാർഡനറും നന്നായിട്ട് കുഴച്ച് ഞാനൊരു 2 പാക്കറ്റ് മാത്രമാണ് കേട്ടോ ഇതിലെടുത്തത്. കൂടെ സഹായിയായിട്ട് ഫിയോണുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ച് നമുക്കൊരു മൗൾഡ് ചെയ്യേണ്ട ഫോമിലെത്തിയപ്പോൾ ഒരു ഡോ ആയി കിട്ടിയപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നന്നായിട്ട് വേഗം ഒട്ടുന്ന ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പൊട്ടിൽ. നമുക്കിഷ്ടമുള്ള എന്ത് ഡിസൈൻസും സ്വീകരിക്കാം. ഞാൻ ഇവിടെ വളരെ റഫായിട്ട് മിനിമൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് പൊട്ടിയ സ്കെയിലൊക്കെയാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ ഡോയിൽ യൂസ് ചെയ്യുന്ന കുഞ്ഞു സ്റ്റിക്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ പ്ലാനുകളൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന ഓരോ ഡിസൈൻസാണ് ചെയ്തത്. അതായത് ലീവ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു, വേറെ ടെൻഡ്രിൽസിൻ്റെ ഷേപ്പും വെച്ച് കൊടുത്തു. ലീവ്സൊക്കെ വളരെ റഫായിട്ട് ഒരു 2 hours കൊണ്ട് ഈ പരിപാടി തീർത്തിട്ടുണ്ട്. സോ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സൈഡിൽ മാത്രം ഡിസൈൻ സെറ്റാക്കി, പിന്നെ കളർ കയ്യിലുള്ളത് എന്താണോ കളർ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാക്ക് കളർ, മസ്റ്റാർഡ് യെല്ലോ കളർ ആൻഡ് നേവി കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടി ആയപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഫുൾ പോട്ട് മിക്സഡ് ആയിട്ട് ഒരു ടെക്സ്ചർ എഫക്റ്റിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഫിയോൺ കുറേ ഇരുന്നിട്ട് കളർ ചെയ്തു, നിന്നിട്ട് കളർ ചെയ്തു, പിന്നെ കിടന്നിട്ട് ആയി കളർ ചെയ്യല്ലോ കേട്ടോ. ഒരു ടെക്സ്ചർ ഇഫക്റ്റ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ആ ഒരു പോട്ടിന് ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പേൾ മെറ്റാലിക്കിൻ്റെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളറും പേളിൻ്റെ തന്നെ പൗഡറും യൂസ് ചെയ്തു. ഈ പൗഡറിന് ശരിക്കും നമുക്ക് ബേസ് വേറെ കിട്ടും, പക്ഷെ ഞാൻ ഈ ഒരു കളറിൽ മിക്സ് ചെയ്തിട്ട് പെറ്റലിൻ്റെ ഒക്കെ ബോർഡർ ആക്കിയിട്ട് മാത്രം കൊടുക്കുക. ലീവ്സിനും പെറ്റൽസിനും എല്ലാം ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്ത് ഒരു ക്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള മക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവരെ കൂടെ കൂട്ടാം. അവരെന്ത് മെസ്സി ആക്കിയാലും അവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാം, ഒന്നുകൂടി അവരുടെ അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാം, അവരുടെ കലാവാസന നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാം. പോട്ട് ഒന്നുകൂടെ റോയലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 4 ഭാഗത്ത് ലൈൻ ഇട്ട് കൊടുത്തു. ഗോൾഡൻ കളറിൽ തന്നെ നല്ല തിന്നായിട്ടും തിക്കായിട്ടുള്ള ലൈൻ. ഭയങ്കര ടൈം എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞു പോട്ടിനെ ഇങ്ങനത്തെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും.